ആർട്ട് ഓഫ് ഇന്നൊവേറ്റീവ് ട്രീറ്റ്മെൻറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏറ്റവും പുതിയ ചികിത്സാ രീതികളും ചികിത്സാ വിശേഷങ്ങളുമായി ടൈറ്റ്സ് ദി ആർട്ട് ഓഫ് ഇന്നൊവേറ്റീവ് ട്രീറ്റ്മെൻറ്റ്സ്. സാങ്കേതികവിദ്യ ഇന്ന് വളരെയേറെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന മേഖല ചികിത്സാ രംഗത്താണെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം നമ്മൾ സുപരിചിതമായി കേൾക്കാറുള്ള അവയവങ്ങൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ശരീരത്തിൽ വലിയ വലിയ മുറിവുകൾ ഉണ്ടാക്കി ആ മുറിവിലൂടെ കേടുവന്ന അവയവങ്ങൾ പുറത്തേക്കെടുക്കുകയും പുതിയ അവയവങ്ങൾ ശരീരത്തിൻ്റെ ഉള്ളിൽ തുന്നിച്ചേർത്ത് ഇങ്ങനെ വളരെ സങ്കീർണമായ ഒരു പ്രക്രിയയാണ് അവയവങ്ങൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് വളരെ ചെറിയ ദ്വാരങ്ങളിലൂടെ കിഡ്നി വരെ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ സാധ്യമാക്കിയിരിക്കുന്നു. ചികിത്സാരംഗത്ത് അപൂർവ ചരിത്രം സൃഷ്ടിച്ച കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ത്രൂ ലാപ്രോസ്കോപ്പി. ലാപ്രോസ്കോപ്പിക് കിഡ്നി ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരത്തിൽ വലിയൊരു മേജർ മുറിവ് കൂടാതെ ഒരു ചെറിയ മുറിവിനകത്തോടെ ഈ കിഡ്നിയെ വയറിനകത്തേക്ക് നിക്ഷേപിച്ചിട്ട് അതിനുള്ള രക്തക്കൊഴലുകളും യൂറിറ്ററും എല്ലാം ലാപ്രോസ്കോപ്പിക്കായിട്ട് ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ച് തുന്നിച്ചേർത്ത് പിടിപ്പിച്ച് അതിൽ രക്തയോട്ടവും കയറ്റി വിട്ട് കഴിയുമ്പോൾ കിഡ്നി വർക്ക് ചെയ്യിക്കുക, കുഴപ്പമില്ലാത്ത സ്റ്റേജിലേക്ക് ആക്കി തീർക്കുക. ഇതാണ് ലാപ്രോസ്കോപ്പിക് കിഡ്നി ട്രാൻസ്പ്ലാന്റ്. കേരളത്തിലെ വൃക്ക രോഗികൾക്ക് വളരെയേറെ ആശ്വാസകരമാവുകയാണ് ലാപ്രോസ്കോപ്പി വഴിയുള്ള വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. കേരളത്തിൽ ആദ്യമായി ഈ ചികിത്സാ രീതി പ്രയോഗിച്ചത് വിദഗ്ധ യൂറോളജിസ്റ്റും അന്തർദേശീയ പ്രതിഭയുമായ ഡോക്ടർ ജോർജ് പി അബ്രഹാം. ഒരു പുതിയ ഓപ്പറേഷൻ അത് എങ്ങനെ ചെയ്യണം, അത് എത്ര സക്സസ്ഫുൾ ആക്കണം, എത്ര ബുദ്ധിമുട്ട് ഉണ്ടെന്നുള്ളത് അതിൻ്റെ തലേ ദിവസം നമ്മൾ ഓപ്പറേഷൻ പോസ്റ്റ് ചെയ്യുന്ന തലേ ദിവസം മുഴുവൻ നമ്മുടെ മനസ്സിൽ അത് എങ്ങനെ ചെയ്യണം, ഓരോ സ്റ്റെപ്സും നമ്മുടെ മനസ്സിലൂടെ വരെ എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് തന്നെ കോൺസെൻട്രേറ്റഡ് ആയിരിക്കും തലേ ദിവസം. ആ ഓപ്പറേഷൻ ചെയ്ത് അത് സക്സസ്ഫുള്ളായി അതിൻ്റെ എല്ലാം ക്ലിയർ ആയി കഴിയുമ്പോൾ മാത്രമേ നമുക്കൊരു സമാധാനവും വരികയുള്ളൂ. അങ്ങനെ ഏതാനും കേസുകൾ സക്സസ്ഫുള്ളായി വരുന്തോറും നമ്മുടെ ടെൻഷനും കുറഞ്ഞു വരും, അത് ഭംഗിയായിട്ട് ചെയ്യാം എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് വരും. അതുപോലെ തന്നെ നമ്മുടെ ലാപ്രോസ്കോപ്പിക് കിഡ്നി ട്രാൻസ്പ്ലാന്റ് എന്നാൽ അതിന് ഏറ്റവും അത് പോയി കണ്ട സെൻറ്ററുകൾ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്, വളരെ നല്ല റിസൾട്ട് ഉണ്ട്. അത് കണ്ട് നമുക്കും അത് സക്സസ്ഫുൾ ആക്കി എടുക്കണമെന്നുള്ള ചിന്തയോടുകൂടി ആദ്യം ചെയ്ത ട്രാൻസ്പ്ലാന്റ് നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ അതിൻ്റെ തലേ ദിവസം നമുക്കൊന്നും ഉറങ്ങാൻ പോലും സാധിക്കത്തില്ല. അത്രയ്ക്ക് മാത്രം ഒരു മെൻ്റൽ ടെൻഷൻ നമുക്കുണ്ട്. ഊണിലും ഉറക്കത്തിലും എന്ന് പറയുന്ന പോലെ ഓരോ സ്റ്റെപ്പും എപ്പോഴും മനസ്സിലൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുക. ആ ഓപ്പറേഷൻ അത് എങ്ങനെ ചെയ്യണം, അത് എങ്ങനെ ശരിയാക്കി എടുക്കണം, എന്തെങ്കിലും ഒരു സ്റ്റെപ്സിനും പാളിച്ചകൾ വരാത്ത രീതിയിലായിരുന്നു പ്ലാൻ ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അതുപോലെ പ്രിക്കോഷനോടുകൂടിയാണ്, അറ്റൻഷനോടുകൂടി നമ്മൾ ഫസ്റ്റ് ഓപ്പറേഷൻ നമ്മൾ ചെയ്യുന്നത്. ഇന്ന് ധാരാളം ആളുകൾ കിഡ്നി ഫെയിലിയർ സംഭവിച്ച് ട്രാൻസ്പ്ലാന്റ് ചികിത്സാ രീതി അവലംബിക്കുന്നുണ്ട്. എന്നാൽ ഡോക്ടർ ജോർജ് പി അബ്രഹാം വളരെ നൈപുണ്യത്തോടെയാണ് കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയെ സമീപിച്ചത്. കാരണം കേരളത്തിൽ ഇന്നേ വരെ വൃക്ക മാറ്റിവെക്കൽ നടന്നത് തുറന്ന ശസ്ത്രക്രിയയിൽ ആയിരുന്നു. ഇന്ന് കേരളത്തിൽ ആദ്യമായി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ താക്കോൽ ദ്വാര ശസ്ത്രക്രിയയാക്കി ലഘൂകരിക്കാൻ ഡോക്ടർ ജോർജ് പി അബ്രഹാമിനും സംഘത്തിനും കഴിഞ്ഞു എന്നത് കേരളത്തിലെ ചികിത്സാ രംഗത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ നേട്ടം തന്നെയാണ്. ലാപ്രോസ്കോപ്പിക് സർജറി അല്ലെങ്കിൽ കീഹോൾ സർജറി അല്ലെങ്കിൽ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ എന്ന് പറയുന്നത് നമ്മുടെ വയറിനകം ഒരു അബ്ഡോമിനൽ ഒരു പെട്ടി പോലെയാണ്. അതിനകത്ത് കുറേ സ്ഥലമുണ്ട്, ഇഷ്ടംമാതിരി സ്പേസ് ഉണ്ട്, അബ്ഡോമിനൽ ഓർഗൻസ് എല്ലാം അതിനകത്തുണ്ട്, ബാക്കി സ്ഥലമുണ്ട്. അപ്പോൾ ഒരു ചെറിയ ഇൻസ്ട്രുമെൻസും ഉണ്ട്. ഒരു ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ച് ഒരു ചെറിയ ദ്വാരം ഉണ്ടാക്കി അതിനകത്തൊരു ടെലസ്കോപ്പിനെ വയറിനകത്ത് ഒരു സെൻറ്റിമീറ്റർ 1.5 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ദ്വാരം മതി. അതിനകത്തോട്ട് ഒരു ടെലസ്കോപ്പിനകത്തേക്ക് കടത്തുക. ആ ടെലസ്കോപ്പിൻ്റെ ഒരറ്റത്ത് ക്യാമറ കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ക്യാമറ മോണിറ്ററിലേക്ക് കണക്ട് ചെയ്തിട്ട് നമ്മൾ മോണിറ്ററിനകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ വയറിനകത്തുള്ള സകല കാര്യങ്ങളും നമ്മുടെ മോണിറ്ററിനകത്ത് നല്ല ക്ലിയർ ആയിട്ട് മാഗ്നിഫൈ ചെയ്തിട്ട് വലുതായിട്ട് നമുക്ക് മുഴുവൻ കാണാം. നമ്മൾ സാധാരണ കണ്ണുകൊണ്ട് കാണുന്നതിനേക്കാൾ 10 മടങ്ങ് വലുതായിട്ട് അതിനകത്ത് കാണാം. അപ്പം അങ്ങനെ കാണുമ്പോൾ തന്നെ എന്തെങ്കിലും ഒരു ചെറിയ തകരാറുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അത് വേണമെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യാം. സാധാരണ ഓപ്പൺ കണ്ണുകൊണ്ട് കണ്ട ഓപ്പറേഷൻ ചെയ്യുന്നതിനേക്കാൾ ഭംഗിയായിട്ട് മാഗ്നിഫൈ ചെയ്ത് നമുക്കത് ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യും. നമുക്കിത് ടെലസ്കോപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഇത് മുഴുവൻ കാണാം. ഇനി എന്തെങ്കിലും തകരാറ് കണ്ടുപിടിച്ചാൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഇതുപോലെ തന്നെ ചെറിയ 5 മില്ലിമീറ്റർ ഒക്കെ ഉള്ള ചെറിയ
ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. ഇൻസ്ട്രുമെൻറ്റ്സ് അതിൻ്റെ ട്രൊക്കാർ പറയുന്ന ഉപകരണത്തിനകത്തോടെ അത് വയറിനകത്തേക്ക് ഒരു ട്രൊക്കാർ ഇട്ട് കൊടുത്തിട്ട് അതിനകത്തോടെ ഈ ഇൻസ്ട്രുമെൻറ്റ്സ് നമുക്ക് ഉപയോഗിക്കാം. ഈ ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ച് ഒരു ഇൻസ്ട്രുമെൻ്റ് ഇടത്ത് വശത്തും ഒരു ഇൻസ്ട്രുമെൻ്റ് വലത്ത് വശത്തും ഉണ്ടെങ്കിൽ രണ്ട് കൈയും ഉപയോഗിച്ച് നമുക്ക് ആ ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ച് അതിനകത്ത് സാധാരണ ഓപ്പൺ ചെയ്യുന്ന പോലെയൊക്കെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ഈ മോണിറ്ററിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നതെന്ന് മാത്രം. ഈ ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സിൽ സിസേഴ്സ് ഉണ്ട്, കോട്ടറി കണക്ട് ചെയ്യാം, ഒരു ബ്ലീഡിങ് പോയിന്റ് ഉണ്ടെങ്കിൽ അതൊക്കെ കരിച്ച് നിർത്തുകയും ചെയ്യാം, കട്ട് ചെയ്യാം. ഇങ്ങനെ സകലവിധ ഉപകരണങ്ങളും അതിനകത്തുണ്ട്. വേണ്ടി വന്ന ഒരു അഡീഷണൽ ഒരു ചെറിയ പോട്ടും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 2 എണ്ണത്തിന് ഓരോ ഒന്നോടെ ഉപയോഗിച്ചാൽ 3 എണ്ണം. അതിൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ച് ഇതൊക്കെ റിട്രാക്ട് ചെയ്യാം, പിടിച്ചു കൊടുക്കാം. ഒരു അസിസ്റ്റൻ്റ് ഹെൽപ്പ് ചെയ്യുന്ന പോലെ എല്ലാം ആ പോട്ട് ഉപയോഗിച്ച് ഹെൽപ്പ് ചെയ്ത് ചെയ്യാം. ഇതാണ് ലാപ്രോസ്കോപ്പിക് സർജറി എന്ന് പറയുന്നത്. കിഡ്നി ശരീരത്തിലെ അശുദ്ധ രക്തത്തെ ശുദ്ധീകരിച്ച് ജീവൽ പ്രക്രിയയ്ക്ക് ഓരോ നിമിഷവും പുതുജീവൻ നൽകുന്ന പരമപ്രധാനമായ ഒരു അവയവമാണ്. പക്ഷേ മറ്റുള്ള അവയവങ്ങളെപ്പോലെ എന്തെങ്കിലും രോഗത്തെക്കുറിച്ചുള്ള സൂചനകളോ തടസ്സങ്ങളോ പുറത്തേക്ക് കാണിക്കുന്നില്ല എന്നതാണ് വൃക്കരോഗത്തിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ വൃക്കകൾ തകരാറിലാവുന്നത് മുൻകൂട്ടി അറിയാൻ കഴിയുന്നില്ല എന്നതാണ് വൃക്ക പരിചരണത്തിലും ചികിത്സയിലും രോഗികളെയും ചികിത്സകനെയും ഒരേപോലെ വിഷമസന്ധിയിലാക്കുന്നത്. കിഡ്നി ട്രാൻസ്പ്ലാന്റിനെ കുറിച്ച് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ, അത് കിഡ്നി ഫെയിലിയറായി, ഇനി നമുക്ക് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യണം. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ആദ്യമായിട്ട് ചിന്തിക്കേണ്ടത് നമുക്ക് ആരെങ്കിലും ഒരാൾ കിഡ്നി കൊടുക്കണം. അതിന് ഏറ്റവും നല്ലത് നമ്മുടെ ക്ലോസ് റിലേറ്റീവ്, ഫസ്റ്റ് ഡിഗ്രി റിലേഷൻ, അതായത് അച്ഛൻ, അമ്മ, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, ഹസ്ബൻഡ് വൈഫ് ശരിക്ക് റിലേറ്റഡ് അല്ല എങ്കിലും അവർ അൾട്രൂയിസ്റ്റിക് റിലേറ്റീവ്. ഹസ്ബൻഡിന് വൈഫിന് കൊടുക്കാം, വൈഫിന് ഹസ്ബൻഡിന് കൊടുക്കാം. നിയമപരമായി അതിന് സാധുതയുണ്ട്. ഇങ്ങനെയുള്ളവരെ ഫസ്റ്റ് ഡിഗ്രി റിലേഷൻ നമ്മൾ കണക്കാക്കും. അങ്ങനെയുള്ളവരിൽ നിന്ന് കിഡ്നി എടുത്ത് ടെസ്റ്റുകളെല്ലാം ചെയ്ത് ഒരു കുഴപ്പമില്ല, ക്രോസ് മാച്ച്, പ്രധാനപ്പെട്ട 2 ടെസ്റ്റുകളുണ്ട് കിഡ്നി കൊടുക്കുന്ന ഡോണർക്ക്. ഒന്ന് ക്രോസ് മാച്ച് ചെയ്ത് നോക്കും, അതിനകത്ത് ഈ റിജക്ഷൻ വരാൻ സാധ്യതയില്ല എന്ന് തെളിയിക്കുന്നവരിൽ നിന്നുള്ള കിഡ്നി നമുക്ക് എടുക്കാവുള്ളൂ. രണ്ടാമത് ഈ ഡോണറുടെ ബാക്കി എല്ലാ ടെസ്റ്റും ചെയ്തതിൽ ഏറ്റവും പ്രധാനം ആൻജിയോഗ്രാം ചെയ്തു നോക്കും. ഈ കിഡ്നിയിലേക്കുള്ള രക്തക്കൊഴലുകളും ബാക്കിയുള്ളതും ഘടനകളും ഒക്കെ എങ്ങനെയാണെന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട്. ഇത് രണ്ടും ചെയ്തു കഴിഞ്ഞാൽ ആ ആളുടെ കിഡ്നി നമുക്ക് എടുത്ത് റെസിപ്പിയന്റിന് വെച്ച് കൊടുക്കാൻ പറ്റുമോ എന്ന് ഒരു തീരുമാനമെടുക്കാം. അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള റുട്ടീനായിട്ടുള്ള ചില ടെസ്റ്റുകളും മറ്റ് യാതൊരുവിധ അസുഖമില്ലാന്ന് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ രോഗിക്ക് ആ കിഡ്നി കൊടുക്കാം. കിഡ്നിയുടെ നാശത്തിന് നിരവധി കാരണങ്ങൾ വൈദ്യശാസ്ത്രം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മൂത്രതടസ്സം, അമിത രക്തസമ്മർദ്ദം, പ്രമേഹം എന്നിവ ഇതിൽ പ്രധാനപ്പെട്ടവയാണ്. രോഗം മൂർച്ഛിച്ച് രോഗിയുടെ ജീവൻ തന്നെ അപായപ്പെടുത്തുമാറ് വൃക്കയുടെ പ്രവർത്തനം മാറുമ്പോൾ വിദഗ്ധർ മുന്നോട്ട് വയ്ക്കുന്നത് പകരം ആരോഗ്യമുള്ള വൃക്ക വെച്ചുപിടിപ്പിക്കുന്ന രീതിയാണ് റീനൽ ട്രാൻസ്പ്ലാന്റേഷൻ അഥവാ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്ന് പറയുന്നു. നമ്മളങ്ങനെ ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റിന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ഒരു ഡോണറുടെ ഓപ്പറേഷൻ ഒരു സൈഡിൽ നടക്കും, അതേ സമയത്ത് തന്നെ റെസിപ്പിയന്റ് കിഡ്നി സ്വീകരിക്കുന്ന ആളുടെയും ഓപ്പറേഷന് തയ്യാറെടുപ്പും അതെല്ലാം നടക്കും. ഈ കിഡ്നി കൊടുക്കുന്നത് സാധാരണഗതിയിൽ നമ്മൾ എടുക്കുന്നത് ഇടത്തുവശത്തെ കിഡ്നി എടുക്കുന്നത്. കാരണം അതിൻ്റെ രക്തക്കൊഴലുകളൊക്കെ നല്ലതായിരിക്കും, ലോങ് ആയിരിക്കും, നല്ലതുമായിരിക്കും. അപ്പോൾ എല്ലാ രീതിയിലും സാധാരണഗതിയിൽ ഇടത്തുവശത്തെ കിഡ്നിയാണ് എടുക്കുന്നത്. വലത്തുവശത്തെ കിഡ്നി നമ്മൾ സാധാരണ എടുക്കാറില്ല, പക്ഷെ വളരെ ചുരുക്കം സന്ദർഭങ്ങളിൽ നമുക്ക് എടുക്കേണ്ടതായിട്ട് വരും. നമുക്ക് എടുക്കാം, ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്, റിസൾട്ടും അത്ര നല്ലതാകണമെന്നില്ല. അങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉള്ളത് കാരണം നമ്മൾ ഇടത്ത് സൈഡ് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. ജീവൻ രക്ഷിക്കാൻ വൃക്ക മാറ്റിവെക്കൽ മാത്രമേ വഴിയുള്ളൂ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരേ സമയം 2 പേരിൽ നടത്തുന്ന തുറന്ന ശസ്ത്രക്രിയ പലപ്പോഴും രോഗിക്കും ഡോക്ടർക്കും ശ്രമകരമായ ജോലിയാണ് സമ്മാനിക്കുന്നത്. അവയവം ദാനം ചെയ്ത് ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ആൾക്കും തുറന്നുള്ള വലിയ ശസ്ത്രക്രിയയുടെ വിഷമങ്ങൾ എല്ലാം തന്നെ അഭിമുഖീകരിക്കേണ്ടതായും വരുന്നുണ്ട്. ഇവിടെയാണ് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ മുഖഛായ തന്നെ മാറ്റുന്ന ലാപ്രോസ്കോപ്പിക് റീനൽ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന ചികിത്സാരീതിയുടെ പ്രസക്തി.
ഒരു കിഡ്നി ഡൊണേറ്റ് ചെയ്യുന്ന പേഷ്യൻറ്റിൽ നിന്ന് സാധാരണ ഈ 2 രീതിയിൽ കിഡ്നി കൊടുക്കാം. ഒന്ന്, ഓപ്പൺ സർജറി കൊണ്ട് നമ്മുടെ കിഡ്നി ഈ ഡോണറിൽ നിന്ന് നമുക്ക് എടുക്കാം. ഈ ഓപ്പൺ സർജറി എന്ന് പറഞ്ഞാൽ നമ്മുടെ കിഡ്നി വളരെ അകത്ത് ഡീപ്പായിട്ട് ഇൻറ്റസ്റ്റൈൻ അങ്ങനെ എല്ലാം കൊണ്ടും പൊതിഞ്ഞ് ഭദ്രമായിട്ട് വെച്ചിരിക്കുന്ന സ്ഥലമാണ്. അവിടെ നമ്മുടെ ഈ മസിൽസ് എല്ലാം കട്ട് ചെയ്ത് 8-10 ഇഞ്ച് നീളമുള്ള ഒരു മുറിവിനകത്തോടെ വൃക്കയുടെ അടുത്ത് ചെന്ന് വൃക്ക മൊബിലൈസ് ചെയ്ത് വൃക്കയെ അവിടെ നിന്ന് എടുത്തുകൊണ്ടുവരണം. അതാണ് ഓപ്പൺ ഡോണർ നെഫ്രക്ടമി. അടുത്ത കാലത്തായിട്ട് ഈ കീഹോൾ സർജറി വന്നതിന് ശേഷം നമ്മുടെ ലാപ്രോസ്കോപ്പിക്കായിട്ട് ഈ കിഡ്നിയെ നമുക്ക് അവിടെ നിന്ന് എടുക്കാം. അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ ഒരു വലിയ മുറിവും മസിൽ ബോണൊക്കെ കട്ട് ചെയ്ത് അകത്ത് ചെല്ലുന്നതിന് പകരം 3 അല്ലെങ്കിൽ 4 കീഹോൾ കൊണ്ട് കിഡ്നിയെ മുഴുവൻ മൊബിലൈസ് ചെയ്ത് കഴിഞ്ഞു. അത് ലാപ്രോസ്കോപ്പി ഇൻസ്ട്രുമെൻസും ഒരു ടെലസ്കോപ്പും വയറിനകത്തേക്ക് നമ്മൾ കടത്തി വിട്ട് കഴിഞ്ഞിട്ട് ഇൻസ്ട്രുമെൻസ് ഉപയോഗിച്ച് ഈ കിഡ്നിയെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യും. വലിയ TV സ്ക്രീനിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്നത് മുഴുവൻ. അപ്പോൾ ആ കിഡ്നിയെ നമ്മൾ സാധാരണ പോലെ അതിൻ്റെ ചുറ്റുമുള്ള കവറിങ്സ് എല്ലാം മാറ്റി മറ്റെല്ലാം പിടിയിച്ച് കിഡ്നിയിലേക്കുള്ള രക്തക്കൊള്ളും യൂറിറ്ററും മാത്രം ആക്കി വയ്ക്കും. അപ്പോൾ അത്ര ആക്കി വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ റെസിപ്പിയൻ സൈഡിൽ എല്ലാം റെഡി ആണെങ്കിൽ ആ കിഡ്നിയുടെ ആർട്ടറിയും വെയിനും ക്ലിപ്പ് ചെയ്തിട്ട് ആ കിഡ്നിയെ എടുക്കും. രോഗം വന്ന വൃക്കയെ എടുത്തുമാറ്റി പകരം വൃക്കയെ വെച്ചുപിടിപ്പിക്കുന്ന ട്രാൻസ്പ്ലാന്റ് രീതി വൈദ്യശാസ്ത്ര രംഗത്തെ ഒരു കുതിച്ചുചാട്ടമായിരുന്നു. ഇന്ന് ഇത്തരം ചികിത്സാ രീതി സർവ്വസാധാരണമാകുകയാണ്. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുന്നത് കിഡ്നിയിലാണ്. ഇപ്പോൾ കിഡ്നി മാറ്റിവെക്കൽ ത്വാക്കോൽ ദ്വാരത്തിലൂടെ ചെയ്ത് ചികിത്സയുടെ പുതിയ വാതിൽ തുറക്കുകയാണ് പ്രഗത്ഭ യൂറോളജിസ്റ്റും സർജനുമായ ഡോക്ടർ ജോർജ് പി അബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഡോക്ടർമാർ. ഈ ലാപ്രോസ്കോപ്പിക്കായിട്ട് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് നമ്മളൊരു ടെലസ്കോപ്പ് വയറിനകത്തിട്ടിട്ട് നമുക്ക് വയറിൻ്റെ കിഡ്നി വെച്ച് പിടിപ്പിക്കേണ്ട സ്ഥലമെല്ലാം കണ്ടുപിടിക്കും. അവിടെ എക്സ്റ്റേണൽ ഇലിയാക് ആർട്ടറിയും അലിയാക് വെയിനും ഈ 2 രക്തക്കൊള്ളാണ് നമ്മൾ അത് കണ്ടുപിടിക്കുന്നത്. ആദ്യം അത് കണ്ടുപിടിച്ച് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ അവിടെ സർഫസിൽ നിന്ന് ഒരു പെരിട്ടോണിയത്തിൻ്റെ ഒരു ചെറിയ ഫ്ലാപ്പ് അവിടെ നിന്ന് ലാപ്രോസ്കോപ്പിക്കായിട്ട് പോകും. ആ ഫ്ലാപ്പ് ഉണ്ടാക്കി വെക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കിഡ്നി അവിടെ ഫിക്സ് ചെയ്ത് അവിടെ ഇരിക്കണം, അല്ലെങ്കിൽ കിഡ്നി അതിനകത്ത് കിടന്ന് ഓടിക്കളിക്കും. അപ്പോൾ അത് കാരണം ഈ ഒരു പെരിട്ടോണിയൽ ഫ്ലാപ്പ് പൊക്കി വെച്ചിട്ടാണ് ഈ ആർട്ടറിയും വെയിനും കൃത്യമായിട്ട് മൊബിലൈസ് ചെയ്ത് വയ്ക്കും. അപ്പോൾ ആർട്ടറി രക്തക്കുഴലിന് ഒരു 4-5 സെൻറ്റിമീറ്റർ ലെങ്ത്തിലും വെയിനും 4-5 സെൻറ്റിമീറ്റർ ലെങ്ത്തിലും മൊബിലൈസ് ചെയ്ത് റെഡിയാക്കി വയ്ക്കും. അതാണ് അതിൻ്റെ ആദ്യത്തെ ഘട്ടം. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കിഡ്നിയെ ഡോണർ സൈഡിൽ നിന്ന് കിഡ്നി നമുക്ക് ഇതിനകത്തേക്ക് വെക്കാൻ തയ്യാറായിട്ട് റെഡി ആയിട്ടുണ്ടാവും. രണ്ടാം ഘട്ടം ഈ കിഡ്നിയെ നമുക്ക് വയറിനകത്തേക്ക് നിക്ഷേപിക്കണം. അത് നമ്മൾ ഡോണറിൽ നിന്ന് കിഡ്നി എടുക്കുന്നത് സാധാരണ 6 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ചെറിയ മുറിവ് ഉണ്ടാക്കിയിട്ട് മസിലൊന്നും കട്ട് ചെയ്യാതെ ഒരു വഴി ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് ആ 6 സെൻറ്റിമീറ്റർ മുറിയിലൂടെ കിഡ്നി അതിനകത്തേക്ക് വയറിനകത്തേക്ക് വെച്ച് കൊടുക്കും. കിഡ്നി വയറിനകത്തേക്ക് വെച്ച് കഴിഞ്ഞിട്ട് ആ മുറിവ് അപ്പം തന്നെ തുന്നിക്കെട്ടി ക്ലോസ് ചെയ്യും. എന്നിട്ട് വീണ്ടും ലാപ്രോസ്കോപ്പി ഇട്ട് അതിനകത്തോടെ ഈ കിഡ്നിയുടെ രക്തക്കൊഴല് ആർട്ടറിയെ ആദ്യം വെയിനെ എടുത്തിട്ട് നമ്മൾ മൊബിലൈസ് ചെയ്ത് വെച്ചിരുന്ന എക്സ്റ്റേണൽ ഇലിയാക് വെയിനിലേക്ക് ചെറിയ 50 പ്രോലിൻ ഉപയോഗിച്ച് തുന്നിച്ചേർക്കും. അപ്പോൾ ആദ്യം വെയിൻ അങ്ങ് തുന്നിച്ചേർക്കും. അത് കഴിഞ്ഞ ഉടൻ തന്നെ മെയിൻ ആർട്ടറി എന്ന് പറയുന്ന രക്തക്കുഴലിനെ കിഡ്നിയുടെ ആർട്ടറിയും ഈ എക്സ്റ്റേണൽ ഇലിയാക് രോഗിയുടെ അലിയാക് ആർട്ടറിയും തമ്മിൽ തുന്നിച്ചേർക്കും. അപ്പോൾ ഒരു ആർട്ടറിയും ഒരു വെയിനും നമ്മൾ തുന്നി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഉടനെ രക്തയോട്ടം കിഡ്നിക്കകത്തോടെ കയറ്റിവിടാം. അപ്പോൾ ഈ രണ്ടാം ഘട്ടത്തിൽ ഇത് തുന്നി പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ ആർട്ടറിയുടെ ക്ലിപ്പുകളെല്ലാം എടുത്തു മാറ്റി കഴിഞ്ഞാൽ ഉടനെ ആർട്ടറി കൂടെ രക്തം കിഡ്നിക്കകത്തേക്ക് പോയിട്ട് വെയിനകത്തോടെ നമ്മുടെ ശരീരത്തിനകത്തേക്ക് തിരിച്ചു പോകും. അപ്പോൾ രക്തോട്ടം തുടങ്ങിക്കഴിഞ്ഞാൽ ഉടനെ ഫിൽട്രേഷനും നടക്കും, മറ്റേ യൂറിൻ ഉണ്ടായി വന്നു തുടങ്ങും. അപ്പോൾ രക്തോട്ടം കയറ്റി വിട്ട് കഴിഞ്ഞ് വലിയ ബ്ലീഡിംഗ് ഇല്ല, കോംപ്ലിക്കേഷൻ ഇല്ല, ബുദ്ധിമുട്ടൊന്നുമില്ല, മൂത്രവും ശരിക്കും വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ ആ കിഡ്നി വർക്ക് ചെയ്തു തുടങ്ങി. സാധാരണ രക്തോട്ടം
ഏറ്റുവിട്ട് കഴിഞ്ഞാൽ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ആ കിഡ്നി വർക്ക് ചെയ്തു തുടങ്ങും. അത് രണ്ടാം ഘട്ടം. രണ്ടാം ഘട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ വലിയ ബ്ലീഡിംഗ് ഇല്ല, വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല, മൂത്രവും വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ അത്രയും ഭാഗം സേഫായി. ചികിത്സാ രീതികളെപ്പറ്റി അന്വേഷിക്കും തോറും പുതിയ പുതിയ സാധ്യതകൾ തുറന്നു തരുന്ന ഒന്നാണ് ആധുനിക വൈദ്യശാസ്ത്രം, പ്രത്യേകിച്ച് ലാപ്രോസ്കോപ്പിക് ട്രീറ്റ്മെന്റിൽ. ഡോക്ടർ ജോർജ് പി അബ്രഹാമിന്റെ ഇത്തരത്തിലുള്ള അന്വേഷണാത്മകമായ സമീപനവും ശ്രമകരമായ പ്രവൃത്തിയുടെയും ഫലമാണ് കേരളത്തിലെ വൃക്കരോഗികൾക്ക് ഏറെ ആശ്വാസകരമായ ലാപ്രോസ്കോപ്പിക് റീനൽ ട്രാൻസ്പ്ലാന്റ്. പിന്നീട് നമുക്ക് മൂന്നാം ഘട്ടം, അപ്പം കിഡ്നിയെ എന്നിട്ട് അതിനെ ആ പോസ്റ്റീരിയർ വാളിനോട് ചേർത്ത് വെച്ച് കിഡ്നി മൂവ് ചെയ്യാത്ത രീതിയിൽ നമ്മൾ ആദ്യം റേസ് ചെയ്ത് പെരിട്ടോണിയൽ ഫ്ലാപ്പ് കൊണ്ട് കവർ ചെയ്ത് അവിടെ ഫിക്സ് ചെയ്ത് വെക്കും. കിഡ്നി അവിടെ നിന്ന് അനങ്ങാൻ പറ്റാത്ത രീതിയിൽ കിഡ്നിയുടെ ആ ഇരിക്കേണ്ട സ്ഥാനത്ത് വെച്ച് ഈ പെരിട്ടോണിയൽ ഫ്ലാപ്പ് കൊണ്ട് കിഡ്നി ഫിക്സ് ചെയ്ത് വെക്കും. അതും കഴിഞ്ഞാൽ ബാക്കിയുണ്ട് നമ്മുടെ യൂറിറ്ററിനകത്തോടൊപ്പം മൂത്രം വന്നുകൊണ്ടിരിക്കുകയാണ്, അത് വയറിനകത്തോടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ യൂറിറ്ററിനെ നമുക്ക് മൂത്രസഞ്ചിയിലേക്ക് കണക്ട് ചെയ്യണം. ഈ കണക്ട് ചെയ്യുന്നതൊക്കെ നമുക്ക് ലാപ്രോസ്കോപ്പിക് ആയിട്ട് ചെറിയ ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ച് ബ്ലാഡറിനകത്തേക്ക് ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കിയിട്ട് ഈ യൂറിറ്ററിൻ്റെ അറ്റം ഈ ബ്ലാഡർ വോളുമായിട്ട് ഈ ചെറിയ ഹോളിൻ്റെ ചുറ്റുമായിട്ട് തുന്നിപ്പിടിപ്പിക്കും. അപ്പോൾ യൂറിറ്ററിനെ അതിലേക്ക് തുന്നിപ്പിടിപ്പിക്കും. അപ്പോൾ അതിനകത്തോടെയൊക്കെ യൂറിൻ ലീക്ക് ചെയ്യാനും അങ്ങനെയൊക്കെ സാധ്യതയുണ്ട്. അത് വരാതിരിക്കാനായിട്ട് ഈ ചെറിയ ഒരു സ്റ്റെൻഡ് എന്ന് പറഞ്ഞ ഒരു ട്യൂബ് ഈ ഇവരുടെ കിഡ്നിക്കകത്തേക്ക് ആ ട്യൂബിനകത്തോടെ ഇട്ട് കൊടുക്കും. അപ്പോൾ അതിൻ്റെ ഒരെൻഡ് കിഡ്നിക്കകത്തുമായിരിക്കും, ഒരെൻഡ് ബ്ലാഡറിനകത്തുമായിരിക്കും. അപ്പോൾ അവിടെ ലീക്ക് ചെയ്യാൻ സാധ്യതയില്ല, അവിടെ തടസ്സം വരാൻ സാധ്യതയില്ല, മറ്റ് കോംപ്ലിക്കേഷൻസ് ഒന്നും വരാൻ സാധ്യതയില്ല. മുൻപൊക്കെ അവയവം ദാനം ചെയ്ത ആളിൽ മാത്രമായിരുന്നു ലാപ്രോസ്കോപ്പി ചെയ്തിരുന്നെങ്കിൽ ഇന്ന് അത് സ്വീകർത്താവിലും, അതായത് രോഗിയിലും വിജയകരമായി പരീക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നത് ഡോക്ടർ ജോർജ് പി അബ്രഹാം എന്ന ശസ്ത്രക്രിയാ വിദഗ്ധന്റെ അനുഭവസമ്പന്നമായ ധിഷണാശാലിത്വം കൊണ്ടാണ്. ഓപ്പൺ ട്രാൻസ്പ്ലാന്റും ലാപ്രോസ്കോപ്പിക് ട്രാൻസ്പ്ലാന്റും തമ്മിൽ വളരെയേറെ വ്യത്യാസങ്ങളുണ്ട്. ഒരു ലാപ്രോസ്കോപ്പിക് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ മസിലൊന്നും കട്ട് ചെയ്യുന്നില്ല, വലിയ മുറിവുണ്ടാക്കുന്നില്ല, കൊറിയ റോ ഏരിയ ഉണ്ടാക്കുന്നില്ല. പിന്നെ വലിയ മുറിവില്ലാത്ത കാരണം ആ മുറിവൊക്കെ ഉണങ്ങി വരാൻ കൂടുതൽ താമസം വേണ്ട. ഇതെല്ലാം രോഗി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഒരു മേജർ ശസ്ത്രക്രിയ ചെയ്ത ഒരു ഫീലിംഗ് പോലും അദ്ദേഹത്തിന് ഉണ്ടാകത്തില്ല. അതിൻ്റെ റിക്കവറിയൊക്കെ വളരെ ഫാസ്റ്റ് ആയിരിക്കും, നമുക്ക് കോംപ്ലിക്കേഷൻസ് കുറവായിരിക്കും. എല്ലാം കൊണ്ടും ഈ വലിയ മുറിവില്ലാത്ത കാരണം ആ ബുദ്ധിമുട്ടും വിഷമവും എല്ലാം കുറവായിരിക്കും. അത് പേഷ്യൻ്റ് റിക്കവറി വളരെ ഫാസ്റ്റ് ആയിരിക്കും, കോംപ്ലിക്കേഷൻസും കുറവായിരിക്കും. സാധാരണ ഈ ലാപ്രോസ്കോപ്പി ചെയ്യുന്നതും ഓപ്പൺ സർജറി ചെയ്യുന്നതും തമ്മിലുള്ള പ്രത്യേകം വളരെയേറെ വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ടാണ് അധികം ആൾക്കാർ ലാപ്രോസ്കോപ്പിക് പ്രൊസീജിയറിന് പ്രിഫർ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഫലപ്രദമായ ഏത് ചികിത്സയും ഗുണപ്രദമാകുന്നത് ചികിത്സയ്ക്ക് ശേഷം രോഗിയെ എത്രയും പെട്ടെന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുമ്പോഴാണ്. താക്കോൽ ദ്വാര ശസ്ത്രക്രിയയിലൂടെ വൃക്ക മാറ്റിവെക്കുമ്പോൾ രോഗിക്ക് തിരിച്ചു കിട്ടുന്നത് ജീവൻ മാത്രമല്ല, ശേഷകാലത്തെ നേരിടാനുള്ള ആത്മവിശ്വാസവും മനോധൈര്യവുമാണ്. കാരണം ഒരു വലിയ ശസ്ത്രക്രിയ ഏൽപ്പിക്കുന്ന ആഘാതത്തിൽ നിന്നും രോഗിയെ പൂർണ്ണമായും രക്ഷപ്പെടുത്താൻ ഈ ചികിത്സാ രീതി കൊണ്ട് സാധിക്കുന്നു. ഈ ട്രാൻസ്പ്ലാന്റ് സർജറിയുടെ വിജയ സാധ്യത എപ്പോഴും പലർക്കും സംശയമുള്ള ഒരു കാര്യമാണ്. പണ്ട് കാലത്ത് ട്രാൻസ്പ്ലാന്റ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിനെ ഈ കിഡ്നിയെ റിജക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു മേജർ കോംപ്ലിക്കേഷൻ ട്രാൻസ്പ്ലാന്റേഷൻ. ഈ റിജക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഉദാഹരണം പറയാം. നമ്മുടെ കാലിൽ ഒരു മുള്ളു കൊണ്ടാൽ, അപ്പോൾ ആ മുള്ള അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് കഴിഞ്ഞാൽ പതിയെ അവിടെ ഒരു ഇച്ചിരി നീരുണ്ടാവും, വേദന ഉണ്ടാവും, പഴുപ്പായിട്ട് ഫോം ചെയ്യും. പഴുപ്പ് ഫോം ചെയ്തിട്ട് ആ പഴുപ്പ് അത് പൊട്ടി ആ മുള്ള വെളിയിൽ പോയി കഴിഞ്ഞാൽ പയ്യെ ഉണങ്ങി വരും. അത് ബോഡിയുടെ ഒരു പ്രക്രിയ. നമ്മുടെ ശരീരത്തിനകത്ത് എന്തെങ്കിലും ഒരു ഫോറിൻ ബോഡി അകത്ത് കയറിയാൽ അവനെ തട്ടിക്കളയുക എന്നുള്ളതാണ് നമ്മുടെ ശരീരത്തിൻ്റെ ജോലിയാണ്. നമ്മൾ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ വേറൊരാളുടെ കിഡ്നി എടുത്ത് നമ്മുടെ ശരീരത്തിനകത്ത് വയ്ക്കുക.
അത് അപ്പം തന്നെ നമ്മുടെ ശരീരം മുഴുവൻ റെക്കഗ്നൈസ് ചെയ്യും, എന്തോ ഒരു സാധനം വന്ന് കയറിയിട്ടുണ്ട്. അപ്പം ശരീരത്തിൽ ജോലി കഴിഞ്ഞാൽ അവനങ്ങ് തട്ടിക്കളഞ്ഞേക്കാന്നുള്ളതാണ്. അതിനുള്ള പ്രവർത്തനം തുടങ്ങും. അത് ഇങ്ങനെ ഈ തട്ടിക്കളയാന്നുള്ള ആ പ്രവർത്തനത്തിനാണ് നമ്മൾ റിജക്ഷൻ എന്ന് പറയുന്നത്. മാറ്റിവെച്ച വൃക്ക നൽകുന്ന പുതുരക്തം രോഗിക്ക് നൽകുന്നത് ഒരു പുതിയ ജന്മം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം രോഗികളിൽ ഉണ്ടാകുന്ന അങ്കലാപ്പും ചില്ലറയല്ല. ചിലർ ചികിത്സയുടെ വിജയത്തെക്കുറിച്ച് ആശങ്കപ്പെടാറുണ്ട്. എത്ര കണ്ട് ശാസ്ത്രീയമായ വിശകലനം ഉണ്ടായാലും വൃക്കയുടെ തിരസ്കരണമാണ് പ്രധാന വെല്ലുവിളി. പക്ഷേ ഇവിടെയും ആധുനിക വൈദ്യശാസ്ത്രം വളരെയേറെ മുന്നോട്ട് പോയിട്ടുണ്ട്. ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇതുപോലെ ഈ റിജക്ഷൻ പ്രോസസ് ശരീരത്തിൽ നടക്കാതിരിക്കാനായിട്ട് ഇമ്മ്യൂണോ സപ്രസീവ് മെഡിസിൻസ് എല്ലാം കൊടുക്കും. അത് പണ്ട് കാലത്താണെങ്കിൽ സ്റ്റീറോയിഡ്സ് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. നല്ല മരുന്നുകളൊന്നും ലഭ്യമല്ലായിരുന്ന കാലത്ത് ട്രാൻസ്പ്ലാന്റ് ചെയ്യും, സ്റ്റീറോയിഡ് കൊടുക്കും. സ്റ്റീറോയിഡിൻ്റെ കോംപ്ലിക്കേഷൻ കൊണ്ട് തന്നെ വിജയസാധ്യതകൾ തന്നെ വളരെ കുറവായിരുന്നു. അപ്പോൾ പണ്ട് കാലത്ത് ട്രാൻസ്പ്ലാന്റ് റിസൾട്ടൊക്കെ വളരെ മോശമായിരുന്നു. പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞതോടുകൂടി നല്ല നല്ല ഇമ്മ്യൂണോ സപ്രസീവ് മരുന്നുകൾ വരാൻ തുടങ്ങി. ഇപ്പോൾ അടുത്ത കാലത്ത് ഇപ്പോൾ 3-4 ഡ്രഗ് ഉപയോഗിക്കുന്ന റെജീമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മരുന്നുകളൊക്കെ ഉപയോഗിച്ചു തുടങ്ങിയതിന് ശേഷം റിജക്ഷൻ വളരെയേറെ നമുക്കങ്ങ് കുറയ്ക്കാൻ സാധിച്ചു. വൃക്ക ദാനം ചെയ്യുന്ന ആളിന്റെ ശരീരത്തിൽ നിന്ന് വൃക്ക പുറത്തേക്കെടുക്കാൻ ശരീരത്തെ അധികം മുറിവേൽപ്പിക്കാതെ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ മുൻപ് പ്രയോഗിച്ചിരുന്നു. എന്നാൽ ഇന്ന് ഡോക്ടർ ജോർജ് പിയും സംഘവും വൃക്കയെ മറ്റൊരു ശരീരത്തിൽ താക്കോൽ ദ്വാരം വഴി വെച്ചുപിടിപ്പിച്ചപ്പോൾ അത് ചികിത്സാ രംഗത്ത് ഒരു നാഴികക്കല്ലായി മാറുകയായിരുന്നു. ഇത് ചെയ്ത് ശീലിക്കണമെങ്കിൽ അത്രയ്ക്ക് മാത്രം എക്സ്പീരിയൻസ്ഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാവുള്ളൂ. അതിന് വേൾഡിലെ ഏറ്റവും നല്ല സെൻറ്റർ എവിടെയാണ് ചെയ്യുക, അങ്ങനെയുള്ളിടത്ത് പോയി നമ്മൾ കണ്ട് ശീലിച്ച് പരിശീലിച്ച് അങ്ങനെ വേണം നമുക്ക് ചെയ്തു കൊടുക്കാൻ. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രൊസീജിയറുകൾ ചെയ്യണത് നമ്മുടെ ഒരാളുടെ കഴിവുകൊണ്ട് മാത്രമൊന്നുമല്ല. അതിന് ഒരു സർജൻ്റെ റോൾ, അത് സർജറി ചെയ്യാന്നുള്ള. അതിനകത്തൊരു ക്യാമറ പിടിച്ച് ക്യാമറ ഭംഗിയായിട്ട് കാണിച്ചു തരുന്ന ഒരു ക്യാമറാമാനുണ്ട്. അദ്ദേഹം അത് എങ്ങനെ വൃത്തിയായിട്ട് ഭംഗിയായിട്ട് കാണിച്ചു തരുന്നു, സൂം ചെയ്യുന്നു, അതിനനുസരിച്ച് അത്രയും ഭംഗിയായിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അദ്ദേഹം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ കൂടെയുള്ള നമ്മൾ അസിസ്റ്റ് ചെയ്യുന്ന സ്റ്റാഫുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടൈമിലി ആയിട്ടുള്ള ഇൻസ്ട്രുമെൻസും ആവശ്യത്തിനുള്ള പ്രോപ്പർ ഇൻസ്ട്രുമെൻറ്റ്സ് തരണം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് ചെയ്യാൻ എല്ലാ ആശുപത്രികളിലും നമുക്ക് ചെയ്യാനും പറ്റത്തില്ല. ഇതുള്ള സംവിധാനങ്ങളും ഇൻസ്ട്രുമെൻസും എക്യുപ്മെൻറ്റ്സും സംവിധാനങ്ങളും ഹോസ്പിറ്റൽ സപ്പോർട്ട്, ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് ഇതുപോലത്തെ പുതിയ പുതിയ പ്രൊസീജിയറുകൾ ചെയ്യുന്നതിനുള്ള എല്ലാ സപ്പോർട്ട് ചെയ്യുന്ന മാനേജ്മെൻറ്റും ആയിരിക്കണം. ഇങ്ങനെയുള്ള എല്ലാ ഫാക്ടറും കൂടി ഒത്തിണങ്ങി വന്നാൽ മാത്രമേ നമുക്കിതുപോലെ നല്ലൊരു റിസൾട്ട് കാഴ്ചവെക്കാൻ പറ്റത്തുള്ളൂ. ലാപ്രോസ്കോപ്പിക് റീനൽ ട്രാൻസ്പ്ലാന്റ് നമുക്ക് വിദൂരമായ ചികിത്സാ രീതി ആയിരുന്ന സ്ഥാനത്ത് മലയാളി വളരെ അടുത്തു പരിചയപ്പെട്ട ഒരു ചികിത്സാ രീതിയായി താക്കോൽ ദ്വാര വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ മാറുന്നു. നവീനങ്ങളും വ്യത്യസ്തങ്ങളുമായ ചികിത്സാ രീതികളെക്കുറിച്ച് നിങ്ങൾക്കും ചോദിച്ചറിയാം. നിങ്ങൾക്ക് അറിയേണ്ട പുതിയ ചികിത്സാ രീതികളെക്കുറിച്ച് ഞങ്ങൾക്ക് എഴുതാം. എഴുതേണ്ട വിലാസം: ടു ദി റിസർച്ച് ഓഫീസർ, ടൈറ്റ്സ്, ദി ആർട്ട് ഓഫ് ഇന്നോവേറ്റീവ് ട്രീറ്റ്മെന്റ്സ്, സിനി കട്ട്സ്, രാംമോഹൻ റോഡ്, സ്റ്റേഡിയം ജംഗ്ഷൻ, കോഴിക്കോട്. ഇമെയിൽ tights@yahoo.com. ഫോൺ 9947 123